നമസ്കാരം. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ഈ സമയത്താണ് ഈ വചനപ്രഘോഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൈവദാസന്മാർ എന്ന് അവകാശപ്പെടുന്ന പൈശാചിക ദാസന്മാർ രംഗപ്രവേശനം ചെയ്യുന്ന സമയം. ഈ സമയത്ത് ഇവിടെ ഇപ്പൊ പ്രസന്റ് ഒരു 500-ലേറെ ഈ പല തമിഴിനും തെലുങ്കിനും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട് ദാസന്മാര് ഇവിടെ പൂണ്ട് വിളയാടുകയാണ്. എന്താ പറഞ്ഞ, നമ്മുടെ ഉത്സവത്തിന് കപ്പലണ്ടി കച്ചവടം ചെയ്യുമല്ലോ, അവർക്ക് ഒരു ഉന്തുവണ്ടിയും കുറച്ച് മണലും കുറച്ച് കപ്പലണ്ടി ഇട്ട് അവർ അധ്വാനിച്ചാ ജീവിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, അവരെയൊക്കെ ഞാൻ സല്യൂട്ട് ചെയ്യും, ഓൾ കപ്പലണ്ടി ബിസിനസ് ഗൈസ്. അതുപോലെ ഈ വേദപുസ്തകം ഒരു പണവും മുടക്കാതെ, ഒരു പൈസയും മുടക്കാതെ ഈ കുറച്ച് ഈ വചന കസർത്ത് നടത്തുന്ന പരമ ഊളകൾ ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലൂടെ ഇപ്പോൾ വലിയ സുവിശേഷമായി കൊട്ടിഘോഷിച്ചിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ഇവനോടൊക്കെ ഞാനൊന്നാ പറയുന്നുള്ളൂ, വേദപുസ്തകത്തിന് വ്യഭിചരിച്ച് ജീവിക്കുന്ന ഇവനൊക്കെ പോയി വല്ല ബസ് സ്റ്റാൻഡിൽ കൂടെ എത്ര അന്തസ്സുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാണുമ്പോൾ അത്ഭുതമാ തോന്നുന്നു. അത്ഭുതമല്ല, നമുക്ക് നമ്മുടെ കണ്ണുകളുടെയും നമ്മുടെ ചെവികളുടെയും നമ്മുടെ കാഴ്ചകളുടെയൊക്കെ മരവിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇവരെയൊക്കെ താങ്ങുന്ന കുറെ പരമ മൊണ്ണൊക്കെ പറഞ്ഞ കൂലി ചേർത്തിട്ട് പറയുന്നുണ്ട് മൊണ്ണ വിശ്വാസികൾ. ഇവരൊക്കെ കൊണ്ടു നടന്ന് ഇവനൊക്കെ എന്ത് സുവിശേഷമാണ് ചെയ്യുന്നത്. വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്. ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിച്ചിട്ട് ആ വീട്ടിന് എന്ത് നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും വല്ല അടച്ചുറപ്പുണ്ടോ? ഇവനൊക്കെ നാളെ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവനൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുന്ന എന്റെ നടുവിരൽ പ്രണാമം, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇവരൊക്കെ എന്താ പറഞ്ഞ, വചനം വ്യഭിചരിക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ്. ഈ ഓരോ സ്റ്റേജിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ പണം വരണം. ഇതുകൊണ്ട് എന്ത് സുവിശേഷം, എന്ത് ദൈവിക സുവിശേഷവൽക്കരണമാണ് ഇവർ നടത്തുന്നത്? ഒന്നും നടത്തുന്നില്ല. വളരെ സങ്കടത്തോടുകൂടി ഞാൻ പറയുന്നത്. കാരണം ഇത് ഒരു സമൂഹത്തിന്റെ ഒരു ശാപം, വിപത്താണ്. ഇവരെയൊക്കെ ചുമക്കുന്ന ഈ ഊളകളൊക്കെ എന്നാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്? എന്തൊരു കഷ്ടമാണ്. ഈ സമ്മർ ആവുമ്പോഴത്തേക്കും അമേരിക്കയിലേക്കും ഈ പറഞ്ഞ പൊന്നു വിളയുന്ന രാജ്യത്തേക്കും സുവിശേഷ പ്രസംഗവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവന്മാരൊക്കെ കോടികളാണ്. പണ്ടൊക്കെ ലക്ഷങ്ങളും 10,000-ങ്ങളും ആയിരുന്നു, ഇപ്പൊ കോടികളുമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഈ കോടികൾ ഏതെങ്കിലും സാധുവിന് ഇവർ കൊടുക്കുന്നുണ്ടോ? അവനൊക്കെ അതായത് സുവിശേഷത്തിന്, വേദപുസ്തകത്തിന്, ദൈവത്തിന് വ്യഭിചരിക്കുന്നവന്മാര് ഇവനെയൊക്കെ കൊണ്ടുവരുന്നവനെയൊക്കെ അവന്റെയൊക്കെ ചത്തുപോയ തന്തകളെ വലിച്ചിറക്കി കുഴിമാടത്തിൽ നിന്ന് അടിക്കണം. അത്രക്ക് ലജ്ജാകരമാണ്. വളരെ കഷ്ടം തോന്നിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ഇതൊക്കെ കാണാൻ പോയി, അവിടെ പോയി ആ സ്തോത്രം പറഞ്ഞ് അവൻ്റെയൊക്കെ ആ മധുരമായ സംഭാഷണം കേട്ട് വചനത്തിനൊക്കെ വ്യഭിചരിച്ച് ലോട്ടറി കച്ചവടക്കാരനെ കവലയിൽ വിൽക്കുക, ബസ് സ്റ്റാൻഡിലും കവലയിലൊക്കെ ഈ പൽപ്പൊടിയും ഈ മൈലെണ്ണയൊക്കെ വിൽക്കുന്നവരൊക്കെ എത്രയോ ഭേദം. അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് വേദപുസ്തകത്തിൽ വ്യഭിചരിച്ച് ജീവിക്കുന്ന ഇവരെ കണ്ട് ആസ്വദിക്കുന്ന മൊണ്ണ പെന്തിക്കോസ്, യഹോവ സാക്ഷി, യേശുനാമം, ഇങ്ങനെയുള്ള സകല വിശ്വാസികളോടും എനിക്കൊന്നും പറയാനായിട്ടില്ല. നിങ്ങളൊക്കെ പിശാചിന്റെ പിടിയിൽ മടിയിൽ തലവെച്ച് ജീവിക്കുന്ന സമൂഹമേ, ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്ക്. ഇതുപോലെ ഈ വേദപുസ്തകം വ്യഭിചരിക്കാൻ വരുന്നവരൊക്കെ തിരിച്ചറിയാൻ ശ്രമം നടത്തൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.